ചേട്ടാ, എന്താ അവിടെ പ്രശ്നം? അവിടെ റെയിൽവേ ട്രാക്കിൽ ഒരു പെൺകുട്ടിയുടെ ശവം. ഇവിടെയെങ്ങുള്ള കുട്ടിയല്ല സാർ. കണ്ടിട്ട് ആത്മഹത്യയാണെന്നാ തോന്നുന്നത്. പഴക്കം തോന്നുന്നു? ഇല്ല. ഒന്നുകിൽ സൂയിസൈഡ് അല്ലെങ്കിൽ മർഡർ. കൊലപാതകമാണെങ്കിൽ ഇന്നായിരിക്കും കൊന്നത്, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും. അതിന് സാധ്യതയുണ്ട്. ഇന്നത്തെ കാലമല്ലേ സാർ, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. തെളിവുകളൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഈ പരിസരം മുഴുവൻ അരിച്ചു പറക്കണം സാർ. കൊലപാതകമാണെങ്കിൽ നമ്മുടെ ജോലി കൂടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ കേസ് കൈകാര്യം ചെയ്യാൻ. കൊലപാതകമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ തെളിവുകൾ മിസ്സാവും. മറ്റെവിടെങ്കിലും വെച്ചായിരിക്കും കൊലപാതകം നടന്നത്. അതനുസരിച്ച് വേണം സെർച്ച് ചെയ്യാൻ. ഓക്കെ സാർ. നിലത്ത് ബോഡി കൊണ്ടുവന്ന വണ്ടിയുടെ ടയറിന്റെ പാടോ മറ്റോ ഉണ്ടോയെന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിൻ്റെ അളവെടുക്കണം. മൃതശരീരം ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ ഉപയോഗിച്ച ചാക്കോ മറ്റോ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം സാർ. നിങ്ങൾ പരിസരം നോക്കുമ്പോഴേക്കും ഞാൻ ബോഡി കിടക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ സാർ. ഇൻക്വസ്റ്റ് ഇന്ന് തന്നെ നടത്തണം. എന്നിട്ട് ബോഡി മോർച്ചറിയിലേക്ക് മാറ്റണം സാർ. ഹലോ, എസ് ഐ ആ സാർ. അത്ര സുഖമുള്ള കാര്യം പറയാനല്ല ഞാൻ വിളിച്ചത്. ഒരു പെൺകുട്ടിയുടെ ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് നിത്യയാണോന്ന് ഞങ്ങൾക്കൊരു സംശയം. റെയിൽവേ ട്രാക്കിലോ? നിത്യോ? ഏയ്, ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല സാർ. ആത്മഹത്യയാണെന്നാ തോന്നുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ കൃത്യമായി പറയാൻ പറ്റും. അപ്പോൾ ഉറപ്പിച്ചോളൂ സാർ, അത് നിത്യയല്ല. നിത്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ആവാം. എന്തായാലും ബോഡി ഞങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. അവിടെ വന്നാൽ കാണാം. ഞാൻ വരാം സാർ. എനിക്ക് ഉറപ്പാ അത് നിത്യ ആയിരിക്കില്ല. എന്നാലും ഞാൻ വരാം. അവരുടെ വീട്ടിൽ അറിയിക്കണം. വേണ്ട സാർ, അവർ വെറുതെ പേടിക്കും. വിവരം ഞാൻ തന്നെ അറിയിച്ചോളാം. ശരി.